ഈ ഗവൺമെൻറ് വന്നപ്പോഴും ഒരു പുതിയ ആലോചന വരെ നടത്തിയിട്ടുണ്ട്. എല്ലാ MLA-മാരും കൂടി പൈസ കൊടുക്കണം. എല്ലാ MLA-മാരും ഒരു കാലത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പൈസ കൊടുത്തില്ല. മെഡിക്കൽ കോളേജിന് പണം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് കാണിക്കുന്ന അവഗണന, അതിന് പരിഹാരം കാണാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം നാട്ടിലെ പാവം ജനങ്ങളുടെ പൈസ ഈടാക്കാൻ അവരെ പിഴിയാൻ നോക്കിയാൽ അത് അനുവദിക്കില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ പൈസ ഈടാക്കാത്തതിന് മുഴുവനും പൈസ ഈടാക്കാനും അവിടെ സൗജന്യമായി ലഭിച്ചിരുന്ന അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന മരുന്ന് കിട്ടാതിരിക്കലും അല്ലല്ലോ നിങ്ങളുടെ ആഗ്രഹമാണോ? അതല്ല എൻ്റെ ആഗ്രഹം. പിന്നെ അതിൽ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത് മുടങ്ങിയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതിനൊക്കെ പണം ഈടാക്കിയിരുന്നോ? ഈ 14 ടെസ്റ്റിനുൾപ്പെടെ പണം ഈടാക്കിയിട്ടില്ല. പറയട്ടെ ഇതിനെതിരെ ശബ്ദിക്കുന്നത് ഒരു സംശയം വേണ്ട, സ്വകാര്യ കോർപ്പറേറ്റ് ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. UDF MLA-മാരുൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വകാര്യ ആശുപത്രികൾ കൊഴുത്ത് തടിച്ച് വളരുമ്പോൾ അവരിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടും മറ്റ് ഫണ്ടും വാങ്ങിയ UDF MLA-മാർക്കും UDF-നും ബാധ്യതയുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ല. ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും. അവിടെ സൗജന്യമായി നൽകിയിരുന്ന മരുന്ന് സൗജന്യമായി നൽകണം, സൗജന്യമായി നൽകിയിരുന്ന ചികിത്സ സൗജന്യമായി നൽകണം. അതിനൊക്കെ ഫീസ് ഈടാക്കാൻ തീരുമാനിച്ച എന്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അതിനെ എതിർക്കും.